അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിസ്കാരം കഴിഞ്ഞ് ഷമ്മാസ് ഉസ്താദിനെ കാത്തു നിൽക്കുകയാണ്. ഷാമോൻ, കുറേ വെയിറ്റ് ചെയ്തു, എന്തിനാണ് വിളിച്ചത്? ഉസ്താദ് പള്ളിയിൽ നിന്ന് നിസ്കാരം പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് അതാ ഷമ്മാസിൻ്റെ പിറകിലായിട്ട്. ഉസ്താദേ, എനിക്കൊന്ന് കാണണമായിരുന്നു. അതിനെന്താ, നമ്മൾ കാണുന്നതന്നല്ലേ. അല്ല ഷമ്മാസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഭാര്യയുടെ ഡെലിവറി ഒക്കെ ആയോ? ഡേറ്റൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാ അടുത്ത മാസം. പഠിച്ച റബ്ബ് റാഹത്തിലാക്കട്ടെ. അല്ല ഷമ്മാസ്, എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങളോ? നമുക്കുറച്ച് സംസാരിക്കാം. ഈവനിങ് അല്ലേ, കുറച്ച് സമയം നമുക്ക് നടന്നാലോ? ഇതുവഴിക്ക് വന്ന്. ഉസ്താദേ, എനിക്ക് ഉപ്പയുടെ അരികിലൊന്ന് പോകണം. ഉപ്പയുടെ അരികിൽ പോയിട്ട് ഞാൻ വരാം. അങ്ങനെ അതാ ഷമ്മാസ് വേഗം ഉപ്പയുടെ അരികിൽ പോയിട്ട് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. റബ്ബേ അല്ലാ, എൻ്റെ ഉപ്പയുടെ ഖബറിട നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കല്ലാ. റഹ്മാനെ അല്ലാ, എൻ്റെ മനസ്സിനുള്ള വേദന നീ അറിയുന്നുണ്ടല്ലോ റഹ്മാനെ. പടച്ചോനെ, ഞാൻ എല്ലാം നിന്നിൽ അർപ്പിക്കുന്നു അല്ലാ. പടച്ചോനെ, എൻ്റെ പിതാവ് എനിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടൊക്കെ. റഹ്മാനെ, എന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ പുറത്ത് കൊടുക്കല്ല. പ്രിയപ്പെട്ട പിതാവിനോട് സലാം പറഞ്ഞ് പിരിയുമ്പോൾ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഉസ്താദ് പതിവ് പോലെ അത് നോക്കുന്നുണ്ടായിരുന്നു. പഠിച്ചോനെ, ഇങ്ങനെയുണ്ടല്ലോ മക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള മക്കൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആ ഖബറിനുള്ളിലിരിക്കുന്ന അദ്ദേഹം എത്ര ഭാഗ്യവാനാണ് റബ്ബേ. അല്ലാ പറയുമ്പോൾ ഷമ്മാസ് ഒരു ഉസ്താദൊന്നല്ല, എന്നിട്ട് പോലും കണ്ടില്ലേ ആ ഒരു സ്നേഹം. മരിച്ചിത്ര ദിവസമായിട്ടും ഉപ്പയുടെ ഖബറിനരികിൽ വരിക, പുല്ല് പറിക്കുക, പൂക്കൾ നടുക, ചെടികൾ നടുക, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ദുആ ചെയ്യുക. ഇപ്പോഴത്തെ ആളുകൾക്ക് തിരിഞ്ഞു നോക്കോ? പോയിട്ട് 3 പിടി മണ്ണും വാരിയിട്ട് തിരിച്ചു പോരുമെന്നല്ലാതെ പിന്നീട് ഒരിക്കലും പോകാത്തവരുണ്ട്. വല്ലപ്പോഴും വെള്ളിയാഴ്ചകളിൽ പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ അല്ലാ, ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെയൊക്കെ മോനെ കിട്ടണമെങ്കിൽ പടച്ച റബ്ബ് അതിന് കനിവ് ചൊരിയന്നെ വേണം. അല്ലാ, ഈ മകനെ പ്രസവിച്ച ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയൊക്കെ ഒരു ഭാഗ്യം റബ്ബേ. മാഷാ അല്ലാ. സത്യം പറഞ്ഞാൽ ഉസ്താദിന് അതിശയമായിരുന്നു. ഉസ്താദേ, എന്നാ വരി, നമുക്കൊന്ന് കറങ്ങാൻ പോയല്ലോ. ഷമ്മാസെ, നടക്കല്ലേ നല്ലത്? ഉസ്താദേ, ഉസ്താദിൻ്റെ വീട് എവിടെ? മോനെ, അത് എൻ്റെ വീട് നിനക്കറിയുന്നല്ലോ, ഒരിക്കൽ നീ വന്നതല്ലേ അങ്ങോട്ട്. കുറച്ച് ദൂരം ഉണ്ടല്ലോ അല്ലേ? അല്ല ഉസ്താദിന് ബുദ്ധിമുട്ട്. എങ്ങനെ ഉസ്താദ് പോകാറുള്ളത്? മോനെ, ഞാൻ ബസ്സിനാണ് പോകാറുള്ളത്. ബൈക്കിന് പോയിരുന്നു. ബൈക്കിന് ചെറിയ കംപ്ലൈൻ്റ് ആയിരുന്നത്. ഞാനിപ്പോൾ അത് വർക്ക്ഷോപ്പിലാണ്, ഞങ്ങൾക്കൊന്ന് റെഡിയായി കിട്ടാനുണ്ട്. പിന്നെ ഇപ്പോൾ ബസ്സിനാണ് ഞാൻ പോകാറുള്ളത്. ഉസ്താദേ, വരി, നമുക്കും പോകാം നിങ്ങളുടെ വീട്ടിലേക്കൊന്ന്. ശരിക്കും ഉസ്താദ് അത്ഭുതപ്പെടുകയായിരുന്നു. ഷാമോനെ, എൻ്റെ വീടും കൂടിയൊക്കെ കണ്ടാലടാ നിനക്കൊന്നും പറ്റൂല. നിങ്ങളൊക്കെ വലിയ വലിയ വീട്ടിൽ ജനിച്ചവരും വളർന്നവരൊക്കെ അല്ലേ. എൻ്റെ വീടൊക്കെ വളരെ ചെറിയ വീടാണ്. അതിനെന്താ ഉസ്താദ്, ഏറ്റവും ചെറിയ വീട്ടിൽ താമസിക്കുന്നവരോട് എനിക്കിഷ്ടം. ഉസ്താദേ, ചെറിയ വീടാണ്, പക്ഷേ നമ്മൾ കിടക്കുന്ന മണ്ണ് 6 അടി മണ്ണ്. അത് വെച്ച് നോക്കുമ്പോൾ മോനെ സത്യമാണടാ. ഞങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ പടച്ച റബ്ബ് എത്രയോ സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. അതെ, നമുക്കിഷ്ടം പോലെ ജീവിക്കാൻ. പക്ഷേ നമ്മൾ ഇന്ന് മരിച്ചാൽ നാളെ ഇത്രയും വിശാലമായി ഇത്രയധികം സൗന്ദര്യമാക്കിയ ഈ വീടുണ്ടാവില്ല. നമുക്ക് 6 അടി മണ്ണായിരിക്കും. വീടിന് വേണ്ടി എത്രയോ നമ്മൾ പണം ചിലവഴിക്കുന്നു. അതിൽ നിന്ന് 1 രൂപ പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് ആയിരിക്കും നമുക്ക് നാളത്തേക്ക് ഖബറിലേക്ക് ഉണ്ടാകുക. അല്ലാതൊരിക്കലും നമ്മൾ മോടി പിടിപ്പിച്ച വീടല്ല, വലിയ കൊട്ടാരം പോലെ പണിത വീടല്ല. ഒരിക്കലും അത് നമുക്ക് ഒരു ഉപകാരം തരില്ല. നമ്മൾ ആർക്കൊക്കെ ദാനം ധർമ്മങ്ങൾ ചെയ്യുന്നു അതായിരിക്കും പടച്ച റബ്ബ് നമുക്ക് പ്രതിഫലമായി തരിക. ഷാമോനെ, നിനക്കെല്ലാം അറിയാമല്ലോ അല്ലേ? ഞാനൊരു ഉസ്താദാണ്, ശരിയാണ്. പക്ഷേ നിൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് ഞാൻ വളരെയധികം താഴ്ന്ന രീതിയിലുള്ള ഉസ്താദായി മാറുകയാണ്. അതായത് നിൻ്റെ പ്രവൃത്തികൾ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല ഉസ്താദ്, അതെന്താ അങ്ങനെ? അല്ലടാ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നിൻ്റെ കാര്യങ്ങൾ. ഉസ്താദേ, അങ്ങനെയൊന്നല്ല ഉസ്താദേ കാര്യങ്ങൾ. ഞാൻ വളരെയധികം പരാജയപ്പെട്ടവനാണ് ഈ ദുനിയാവിൽ. സത്യമായിട്ട് ഉസ്താദ്. ഷമ്മാസ്, എന്താ നീ ഇങ്ങനെ പറയുന്നത്? ഉസ്താദിനോട് മറ്റേ കാര്യമൊന്നും അവൻ പറഞ്ഞിരുന്നില്ല. ഉസ്താദേ, വരി, നമുക്ക് ഒരു യാത്ര പോവാം. വണ്ടിയിൽ കയറിക്കോളി. വീട്ടിലേക്ക്
അല്ല ഉസ്താദേ, ഇന്ന് പോകുന്നില്ലേ? നാളെ വെള്ളിയാഴ്ചയല്ലേ? അതേടാ, ഞാൻ ബസ്സിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അസർ ജമാഅത്ത് കഴിഞ്ഞിട്ട് ഞാൻ പോകും. പിന്നെ ഇൻഷാ അല്ലാ ഞാൻ നാളെ പറ്റുന്നതിൻ്റെ ജുമുഅക്കെത്തും. അങ്ങനെയാണ് അല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പോട്ടെ. ഞാൻ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഉസ്താദെ ഞാൻ കൊണ്ടാക്കി തരാം കേട്ടോ. അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ ഷമാസ്? നിൻ്റെ ഭാര്യ ഈ സ്ഥിതിയിൽ നിൽക്കുന്ന ടൈമിനെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉസ്താദെ അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഭാര്യയ്ക്കും അതിനെക്കുറിച്ചൊരു പേടിയില്ല. അലല്ലാ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ, ആ ഒരു ചിന്ത മാത്രമേ അവൾക്കുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല ഷമ്മാസ്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. പടച്ച റബ്ബിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇഷ്ടം കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പേടിയും ടെൻഷനും ഉണ്ടാവില്ല. എല്ലാത്തിനും അവനുണ്ടല്ലോ, അവനോട് ചോദിച്ചാൽ മതിയല്ലോ, അവൻ തരുമല്ലോ എന്നുള്ള ഒരു വിശ്വാസമാണ് എൻ്റെ. ശരിയാണ്, അതെല്ലാം ശരി തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ. ആമീൻ. ഷാമോനെ, എടാ ഇനി ഒരു അരമണിക്കൂറോളം യാത്രയുണ്ട്. നിനക്ക് ബുദ്ധിമുട്ടാവോ? ഉസ്താദ്, നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങൾ ഇരുന്നോളി സമാധാനത്തിൽ. എങ്ങനെയെങ്കിലും ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ആ ലഗേജ് എത്തിക്കണം എന്നുള്ള ചിന്തയായിരുന്നു ഷമ്മാസിന്. കാരണം ഒരു പക്ഷേ പള്ളിയിലേക്കത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അത് ചോദിക്കും, എന്താ ഏതാ എന്നൊക്കെ. പാവം ഉസ്താദ് അതിന് മറുപടി പറയേണ്ടി വരും. അദ്ദേഹത്തിനാണെങ്കിൽ ഒന്നും അറിയുകയുമില്ല. ഷമ്മാസ് ഉസ്താദിനെയും കൊണ്ട് യാത്ര പോവുകയാണ്. ഷാമോനെ, നിനക്ക് ബുദ്ധിമുട്ടായില്ലടാ? ഞാനിപ്പോൾ ബസ്സിന് കയറട്ടെ വിചാരിച്ച് നിൽക്കായിരുന്നു. എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. ബസ്സിന് ഉസ്താദിന് പോകാമല്ലോ, ആ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇന്ന് ഞാനങ്ങോട്ട് എത്തിച്ചു തരാം. അല്ല ഉസ്താദ്, നിങ്ങളുടെ സ്കൂട്ടിക്ക് എന്താ കേട്? മോനെ, അത് ഞാൻ കുറച്ച് സെക്കൻഡ് ഹാൻഡ് എടുത്തതായിരുന്നു, യൂസറാണ്. അപ്പോഴന്നെ ചെറിയ കംപ്ലൈൻ്റ് ആണ്, പിന്നെ ഇടയ്ക്കിടെ കംപ്ലൈൻറ്റ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ എന്ത് ഉസ്താദേ, ക്യാഷിന് എന്തെങ്കിലും? അതൊന്നുമില്ല, ഒരാവശ്യമില്ല ഉസ്താദേ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഒക്കെ നമുക്ക് സെറ്റാക്കട്ടോ. അതൊന്നും വേണ്ടടാ. എന്തായാലും ഇൻഷാ അല്ലാ 2 ദിവസത്തിനുള്ളിൽ കിട്ടുമായിരിക്കും. ഞാൻ പിന്നെ എന്നും പോകാത്തതുകൊണ്ടേ പിന്നെ ഞാൻ ചോദിച്ചോ ഇന്ന് കിട്ടുമെന്ന്. അപ്പോൾ എന്തോ ഒരു സാധനം മാറ്റാണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അടുത്ത ആഴ്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കിട്ടും പാട്ടല്ലേ. അതുവരെ ബസ്സിനും നടത്തൊക്കെ പോകണം. പണ്ടത്തെ കാലത്ത് ഇപ്പോൾ കുറേ ബൈക്കും കാറും ഉണ്ടായിട്ടില്ലല്ലോ, ആളുകൾ നടന്നൊക്കെ ആയിരുന്നല്ലോ സഞ്ചരിച്ചിരുന്നത് ബസ്സിനൊക്കെ ആയിട്ട്. അതുപോലെ ഒന്നും കുഴപ്പമില്ലടാ. ഓരോ അടികളും നമ്മൾ നിയത്ത് ചെയ്ത് നടന്നാൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കാണെങ്കിൽ നമുക്ക് അതിനും പ്രതിഫലമല്ലേ ഷാമോനെ. അതൊക്കെ നമ്മൾ മനസ്സിൽ ഓരോ സുന്നത്തുകളും നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു കൊണ്ട് ചെയ്യണം. പഠിച്ചവരെന്ത് ചെയ്താൽ എനിക്ക് പ്രതിഫലം കിട്ടുമല്ലോ. അങ്ങനെ എല്ലാം പോയിൻ്റുകളായിട്ട് നമ്മൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയും മാത്രമല്ല നന്മകൾ കൂടുകയും ചെയ്യും. വല്ലാത്തൊരു സന്തോഷവും സമാധാനമായിരിക്കും. ഷാമോനെ, ഇനിയൊരു 10 മിനിറ്റ് കേട്ടോ. നീ ബുദ്ധിമുട്ടായില്ലേ? ആരെ വിളിക്കുന്നത്? അത് ഉമ്മയാണ്. ഹലോ ഉമ്മ. വലൈക്കും അസ്സലാം. ഉമ്മ ഇപ്പോൾ വരാം. ഞാനേ ഉസ്താദിൻ്റെ വീട്ടിലേക്കൊന്ന്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എൻ്റെ ഉമ്മ വിളിക്കുന്നുണ്ടോ? ഉമ്മ പറഞ്ഞത് ഉസ്താദിനെ അങ്ങോട്ട് ആക്കി കൊടുത്തുകൊണ്ടെന്ന് പറഞ്ഞിരുന്നു ഉമ്മ നിന്നോട്. അതൊന്നേ പോയോ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്താ എല്ലാവരും കൊണ്ട് പ്ലാനിങ്ങാ, എല്ലാവരും ഒന്ന് വിളിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ വീടൊക്കെ ചെറുതാണ്. വീടൊക്കെ ഒന്ന് സെറ്റാക്കി ആക്കിയിട്ട് ഇൻഷാ അല്ലാ എല്ലാവരും ഒന്ന് വിളിക്കണം, കൊണ്ടുപോകണമെന്നുണ്ട്. കാരണം നമ്മളെ വീടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ അതൊരു പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വല്ലാതെ, എനിക്കിഷ്ടമാണ് എല്ലാവരും വരുന്നത്. വൈഫിന് അതിലേറെ ഇഷ്ടമാണ്. വൈഫ് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നതൊക്കെ. വൈഫ് എപ്പോഴും എന്നോട് പറയും, ഇക്ക നമുക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ ആരെങ്കിലും വരിക എന്ന് പറയുമ്പോൾ അവർക്കൊരു മടിയായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല, നാട്ടുകാരൊക്കെ നല്ല ആൾക്കാരാണ്, ആ കാര്യത്തിൽ ഒരു കുഴപ്പമില്ലെന്ന് പറയും. ഷാമോനെ ആ വലത് ഭാഗത്തേക്ക് കേട്ടോ. ഓക്കെ ഉസ്താദേ. മാഷാ അല്ലാ. മോനെ അത് തന്നെയാണ് വീട്, അവിടെ നിർത്തിക്കോ. ആണോ? ഇതാണല്ലേ? ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. റബ്ബേ പാവം. വണ്ടി നിർത്തിയപ്പോൾ തന്നെ 4-5 ചെറിയ കുഞ്ഞു മക്കൾ കോലായിലേക്ക് ഇറങ്ങി വരുന്നു. ഓരോ കുഞ്ഞു പൈതങ്ങൾ, അതിൽ പിച്ച നടക്കുന്ന കുഞ്ഞു പാവയും കൂട്ടത്തിലുണ്ട്. സത്യം പറഞ്ഞ ഷമ്മാസിന് അതെല്ലാം കൂടി കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞുപോയി. റബ്ബേ അല്ലാ, ഉസ്താദിൻ്റെ വീടും പുരയിടൊക്കെ കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണല്ലാ. മക്കളെ അല്ലാ, ഇനി ഉമ്മ ഇതാക്കിയിൽ മിഠായികൾ കണ്ടോ എന്തോ റബ്ബേ.
ഉമ്മ എനിക്ക് തന്ന സംസമുള്ള അജുവ ഈത്തപ്പഴം കുറച്ച് ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ എക്സ്ട്രയിൽ വെച്ച് ഞാൻ ഇന്ന് വാങ്ങിയതുമില്ല. ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയായിപ്പോയി. റബ്ബേ എന്താ ചെയ്യാൻ, ഒരിക്കലും ഇത് വിചാരിച്ചില്ല ഞാൻ. സാരല്ല. ഷാമോനെ എന്താ അവിടെ നിൽക്കണ, ഇങ്ങോട്ട് കയറി വാ മോനെ. ഉസ്താദ് സ്നേഹത്തോടെ അവനെ വിളിച്ചു. വാ എടി ഹബീബ, എടി. ഇക്ക നിങ്ങൾ വന്നോ? ഇതെന്ത് ഒന്നും ഇല്ലാതെ മുന്നറിയിപ്പില്ല പെട്ടെന്ന്? അപ്പം എന്നോട് പറഞ്ഞത് രാത്രി ഒന്നല്ലേ? അതെടി രാത്രി ഒന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പെട്ടെന്ന് ഒരു ഗസ്റ്റ് എന്നെ കൊണ്ടുവന്നാക്കി തന്നു. ആരാണ്? ഞാൻ പറയാറില്ല പെണ്ണേ, ഷമ്മാസ് എന്നൊക്കെ പറഞ്ഞു. അല്ല അവർ വന്നോ? പഠിച്ചോനെ ഇക്ക എന്താ കൊടുക്കുക? അവളാകെ ബേജാറായി. എൻ്റെ പൊന്നും ഹബീബ ഒന്നും വേണ്ട. അപ്പോഴേക്കും ഉസ്താദിൻ്റെ ഭാര്യ മറവിൽ നിന്നുകൊണ്ട് പറയുന്നു, കയറിക്കോളിട്ടോ, ഉള്ള സൗകര്യത്തിലേക്ക് ഇരിക്കിട്ടോ. അതൊന്നും കുഴപ്പമില്ല മക്കളെ. ചുറ്റുഭാഗത്തുമായി ഷമ്മാസിൻ്റെ ചുറ്റുഭാഗത്തുമായി മക്കൾ കൂടി നിന്നു. പഠിച്ചോനെ എന്ത് ഭംഗിയുള്ള മക്കൾ റബ്ബേ, ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ. ആ കുഞ്ഞു വാവയൊക്കെ ഷമ്മാസിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ, അല്ല ഇക്കാക്കാനും ഏറ്റവും തൊട്ട് ശാലിയാക്കല്ലിട്ടോ. ബീവിയുടെ ആ ഒരു സംസാരം കേട്ട് ഷമ്മാസ് പറഞ്ഞു, അതിനെന്താ മക്കളെ, വാ. ചെറിയ കുഞ്ഞിനെ വാരിയെടുത്ത് ഷമ്മാസ് മടിയിലിരുത്തി. എന്തെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം. ആ കുഞ്ഞ് അതാ പിച്ച് പിച്ച് നടക്കുന്ന കുഞ്ഞാണ്. അതിൻ്റെ മോണ കാട്ടി അത് ചിരിക്കുന്നുണ്ട്. മാഷാ അല്ലാ. മക്കളൊക്കെ പേരെന്താ? അതിൽ രണ്ടാമത്തെ പറഞ്ഞു, എൻ്റെ പേര് സ്വാലിഹ്, അവൻ മുഹ്സിൻ, അവൾ ഫാത്തിമ, മറിയം. അപ്പോൾ കുഞ്ഞുമോൻ്റെ പേരെന്താ? മുഹമ്മദ് തോഹ. മാഷാ അല്ലാ. എന്തായാലും നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ. മാഷാ അല്ലാ. അപ്പോഴേക്കും അതാ ഉസ്താദിൻ്റെ ഭാര്യ ചായ ഉണ്ടാക്കി ഉസ്താദിൻ്റെ കൈകളിൽ. ഇക്ക ഇതാ രണ്ടുപേരും കുടിച്ചോളി. നിങ്ങൾ വരുന്നു കരുതിയിട്ട് ഞാൻ കുറച്ച് കല്ലുമ്മക്കായ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. ഇത് കൊടുത്തോളി, അല്ലാതിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല. അതിനെന്താ ഷമ്മാസ്, വരും ചായ കുടിക്കാം. ഉസ്താദെ അതൊന്നും വേണ്ട ഉസ്താദെ, അതിനെന്താണ് ഉള്ളത് വെച്ച് കഴിക്കാൻ നമുക്ക്. നിങ്ങൾ ഉമ്മയൊക്കെ എത്രമാത്രം ചെയ്യുന്നുണ്ട്, അതുപോലെയൊന്നും ഇല്ലെങ്കിലും. ഉസ്താദേ മാഷാ അല്ലാ, എന്തൊക്കെ വിഭവങ്ങളാണ് ഉസ്താദ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് ഞാൻ വ്യാഴാഴ്ച വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഓൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നുള്ളി ഒപ്പിക്കും, അത് പതിവാണ്. ഇന്ന് കല്ലുമ്മക്കായ കിട്ടിയെന്ന് പറഞ്ഞു. അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ എന്തോ പറഞ്ഞു, ആങ്ങളെ കൊണ്ടുപോയി കൊടുത്തതോ. അത് അവൾ കല്ലുമ്മക്കായ നിറച്ചത് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട്. ഷമ്മാസ് കഴിച്ചിട്ടില്ലേ? ഉസ്താദ് ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, വീട്ടിലൊന്നും കഴിച്ചിട്ടില്ല. മാഷാ അല്ലാ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വൈഫ് നല്ല പാചകക്കാരിയാണല്ലേ. അങ്ങനെയൊക്കെ മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറ്റിക്കണ്ടേ, ഓരോ പരീക്ഷണം. നല്ല അടിപൊളിയായിട്ടുണ്ട് ഉസ്താദേ. എന്തായാലും നിനക്കും ഇത് ഏകിക്കണ് പടച്ച റബ്ബ്. അവൾ ഉണ്ടാക്കിയപ്പോൾ ഭക്ഷണം നിനക്ക് കൂടി ഏകിക്കണ് അല്ലേ ഹബീബ മോളെ. സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഉസ്താദ് വിളിക്കുന്നത് കേട്ട് ഷമ്മാസിന് സന്തോഷം തോന്നി. അല്ലാ പഠിച്ചവന് ചെറിയ വീടാണ്, ചെറ്റക്കുടിലാണ്, കുഞ്ഞു കുഞ്ഞു മക്കളാണ്. എങ്കിലും റഹ്മാനെ ഈ വീട്ടിലൊരു ബർക്കത്തുണ്ട്. എന്തെന്നറിയില്ല, ഈ വീടെന്ന് വെച്ചാൽ ഇത് വല്ലാത്തൊരു സമാധാനം ഇവിടെ നിന്നിട്ട് തോന്നാണ് ഉസ്താദേ. നിങ്ങളുടെ ഈ വീട്ടിലിരുന്ന് ആ പാടവരമ്പത്തിലേക്ക് എന്നൊക്കെ നോക്കുമ്പോൾ എന്ത് ഭംഗിയാണ് ഉസ്താദേ. ഷമോനെ പുറത്തുള്ള ഭംഗി തന്നെ ഉള്ളൂ, വീടിന് അത്രയൊന്നുമില്ല. ആര് പറഞ്ഞു? ഓടിട്ട വീടാണെങ്കിലും എന്തൊക്കെ തന്നെയാലും ഇവിടെ വല്ലാത്തൊരു സമാധാനമുണ്ട് ഇരുന്നിട്ട്. ഷാമോൻ ഇന്നിവിടെ നിൽക്കാം, പക്ഷേ നിർബന്ധിക്കണില്ല. വൈഫിൻ്റെ ഡെലിവറി കഴിയട്ടെ, എന്നിട്ട് നിങ്ങളൊരു ദിവസം നിൽക്കാൻ വരിങ്ങട്ട്. ഇവിടെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, നല്ല കാടും മലയും പുഴയും തണുപ്പുള്ള സ്ഥലമൊക്കെ നല്ല അടിപൊളിയായിട്ട്. എന്താ ഇവിടെ നിൽക്കാൻ ഒരു ദിവസം ഇൻഷാ അല്ലാ വരിട്ടോ ഉസ്താദേ. സന്തോഷമുണ്ട്, നിങ്ങളെ വാക്ക് തന്നെ പോരെ. ഷാമോൻ എന്ത് തിരക്കുണ്ട് പോകാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട്? ഉസ്താദേ അത് വേണ്ട, ഇനി ഞാൻ പോട്ടെ, രാത്രി ആകല്ലേ, പിന്നെ വീട്ടിലെ അങ്ങനത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അല്ലേ. ഉസ്താദ് എന്നാൽ ശരി കേട്ടോ, ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ഷമ്മാസ് കൈകളിൽ കരുതിയ ആ ഒരു ക്യാഷ് ഉസ്താദിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഉസ്താദേ മക്കൾക്ക് ഞാനായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. ഷാമോനെ നോ 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 വേണ്ട വേണ്ട. അല്ലാ എന്താ ഇത്,
അല്ല, ഇത് ഉമ്മ തന്ന് ഏൽപ്പിച്ചതാണ്, എല്ലാ കാര്യത്തിനും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. ഷമ്മാസ്, എന്തിനാടാ? നിങ്ങളാണ് കാര്യമായിട്ട് എനിക്കും എൻ്റെ മക്കൾക്കും ചിലവിന് തരുന്നത്. സത്യമായിട്ടും അതെ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഒരുപാട് നേടുന്നത് നിങ്ങളുടെ കൈകൾ കൊണ്ടാണ്. ഷമ്മാസ്, ഒരിക്കൽ പോലും ഞാൻ അതൊന്നും വിചാരിച്ചതല്ല. ഉസ്താദിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഷമ്മാസ് കണ്ടു. ഉസ്താദേ, എന്താ? ഷാമോനെ, എടാ, ഞങ്ങളത്തോലൊക്കെ ജീവിച്ചു പോണത് നിങ്ങളുടെയൊക്കെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അതായത് നമ്മളൊക്കെ ഈ ഫീൽഡിലല്ലേ നിന്നത്. അതെ, ദർസ് പഠിച്ച് പള്ളി ദർസിൽ കുറച്ച് ഓതി പഠിച്ച് പറ്റുമെങ്കിലൊന്ന് കോളേജിലൊക്കെ ഒന്ന് പോയി, പിന്നെ മദ്രസയും പള്ളിയൊക്കെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലുള്ളവരാണ് നമ്മൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നത്. ഈ ഫീൽഡ് വിട്ട് പലപ്പോഴും ഞാൻ ഗൾഫിലേക്കൊന്ന് പറന്നാലെന്ന് വിചാരിക്കും. പലപ്പോഴും ഷമ്മാസ്, ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ മക്കളെയും പെണ്ണിനെയും തനിച്ചാക്കി ഞാനൊന്ന് പോയാലോ. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും അവൾ പ്രഗ്നൻ്റ് ആയിരിക്കും. പിന്നെ അവളെ വിട്ടു പോകുന്നത്, കുഞ്ഞു പറക്കമുറ്റാത്ത മക്കളെ വിട്ടു പോകുന്നത് എങ്ങനെ, ആരെടുത്താക്കി പോകും എന്നുള്ളൊരു ചിന്തയാണ്, ഭയമാണ്. അങ്ങനെയാണ് ഇത്രയും കാലം. പക്ഷേ നിങ്ങളുടെ മഹല്ലത്തിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഷമ്മാസ് ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സത്യമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം ആ നാട്ടിലെത്തിയത് മുതൽ എനിക്ക് സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു, ആദ്യമേ നിങ്ങളുടെ ഉമ്മ പള്ളിയിലേക്ക് കൊടുത്തേക്കും. പക്ഷേ നീ മലേഷ്യയിൽ നിന്ന് വന്നതിന് ശേഷം പള്ളിയിലേക്ക് വന്നപ്പോഴെല്ലാം ഞാൻ വിചാരിച്ച വലിയ പരിഷ്കാരിയായിരിക്കും, പള്ളിയും കാര്യങ്ങളും ബന്ധമൊന്നും ഇല്ലാത്ത ആളായിരിക്കും എന്നൊക്കെ. പക്ഷേ എൻ്റെ ചിന്തകളെല്ലാം മാറ്റിമറിച്ച്, ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. പക്ഷേ ഇബ്ലീസ് എല്ലാവരുടെയും കൂടെ ഉണ്ടാവുമല്ലോ, അങ്ങനെ അങ്ങോട്ട് തോന്നിപ്പിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും ഷമ്മാസ്, എൻ്റെ ചിന്തകളെല്ലാം തട്ടി മാറ്റിക്കൊണ്ടായിരുന്നു നിൻ്റെ ആ ഒരു വരവും നിൻ്റെ ആ സംസാരവും എത്രയോ വർഷം പരിചയമുള്ള ആ ഒരു പെരുമാറ്റം, കാര്യങ്ങൾ എല്ലാം. സത്യം പറഞ്ഞാൽ ഷമ്മാസ് മദ്രസ വിട്ട് ഈ ഫീൽഡ് വിട്ട് പോകണമെന്ന് പലപ്പോഴും വിചാരിക്കും. പക്ഷേ പിന്നീടായിരിക്കും തോന്നുക, എന്തിനാ റബ്ബേ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ഫീൽഡ് വിട്ട് കഴിഞ്ഞാൽ ആ ബർക്കത്ത് നഷ്ടപ്പെടുമല്ലോ. ഷമ്മാസ്, എൻ്റെ ബീവിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ പോകുന്നത്. എന്നോട് പറയും, ഇക്ക നമുക്ക് ഉള്ള വെള്ളം കുടിച്ചിട്ട് ഇവിടെ നിൽക്കാം, അതൊരു കഞ്ഞി വെച്ചിട്ടാണെങ്കിലും ഒരു കഞ്ഞി മതി, ചമ്മന്തി മതി, ഇക്ക നമുക്കിവിടെ കഴിയാം, ഒരിക്കലും ഞങ്ങൾ വിട്ട് നിങ്ങൾ പോവല്ലേ. ചെറിയവനക്ക് 1 വയസ്സ് ആകുകയാണ്. എങ്ങനെ ഇവരൊക്കെ വിട്ടിട്ട് പോവുക? സത്യം പറഞ്ഞാൽ ആഴ്ചയിൽ വരുമ്പോഴേക്കും കാത്തിരിക്കുകയാണ് എല്ലാവരും കൂടെ. ഉസ്താദ്, നിങ്ങളെ ജീവിതം കണ്ടിട്ട് വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഒരുപാട് സമ്പത്തും ഒന്നുമില്ല, പക്ഷെ ഉള്ളത് സന്തോഷത്തോടു കൂടെ ജീവിക്കുക, ഉള്ളത് കൊണ്ട് പ്രിയപ്പെട്ട ഭാര്യയും മക്കളും വരവും നോക്കി കാത്തിരിക്കുക, അതിനേക്കാളും വലിയൊരു സന്തോഷം എന്താ ഉസ്താദേ ഉള്ളത്? ഷമോൻ, അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ, അപ്പോൾ പോവുകയാണ്. അത് ഉസ്താദേ, ഞാൻ പോട്ടെ, പിന്നെ ഇൻഷാ അല്ലാ പിന്നെ വരാം. സത്യം പറഞ്ഞാൽ ഷമ്മാസ് പോകുമ്പോൾ ഉസ്താദ് നോക്കി നിൽക്കുന്നു, കൂടെ മക്കളും. മക്കളെ, ഒരു ഉമ്മ തരുമോ ഇക്കാക്ക്? എല്ലാവരും ഷമ്മാസിൻ്റെ അടുക്കലെത്തി. എല്ലാവരും സലാം പറഞ്ഞ് ഉമ്മയൊക്കെ തന്നു. മാഷാ അല്ലാ, എന്ത് അച്ചടക്കമുള്ള മക്കൾ! ആ കുഞ്ഞു മോള് വരെ തട്ടമിട്ടിട്ടാണ് നടക്കുന്നത്. റബ്ബേ, ഉസ്താദ് പഠിപ്പിച്ചതാണല്ലോ അതൊക്കെ. മാഷാ അല്ലാ, വല്ലാത്തൊരു സന്തോഷം ആ കാഴ്ച കണ്ടപ്പോൾ. എല്ലാവർക്കും ഷമ്മാസ് സലാം പറഞ്ഞു. അതെ, ഇക്കാക്കാൻ്റെ കുട്ടിയൊക്കെ ഒരു സമ്മാനം കേട്ടോ, നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കി. കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഷമ്മാസ്, മതി, സമ്മാനം കുറേ തന്നില്ലേ, ഇത് തന്നെ ധാരാളം, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ളതുണ്ട്. അത് ഷമ്മാസ്, ഇനിയൊന്നും ഉസ്താദേ അതല്ല. പെട്ടെന്ന് ഷമ്മാസ് വാഹനം തുറന്നു, ഡിക്കി തുറന്ന് അതിനുള്ളിൽ നിന്ന് വലിയൊരു പെട്ടി അതാ താങ്ങിയെടുക്കുന്നു. ഒരു നിമിഷം ഉസ്താദ് അത്ഭുതപ്പെട്ടു. എന്താ റബ്ബേ ഇത്? പെട്ടി താങ്ങി പിടിച്ചുകൊണ്ട് അതാ ആ കോലായിൽ വെച്ചു. അതെ, ഒരു ഗൾഫിൻ്റെ പെട്ടിയായിരുന്നു അത്. ശരിക്കും ഉസ്താദ് ഷമ്മാസിനെ നോക്കി. ഷാമോനെ, എന്താടാ ഇത്? അത് ഉമ്മ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, എന്താ ഏത് എനിക്കറിയുന്നില്ല, ഞാൻ ഇപ്പോൾ വരാം. മറ്റൊരു കവർ കൂടി പോയി എടുക്കുന്നു ഷമ്മാസ്. അതിൽ ഈത്തപ്പഴങ്ങളും സംസം വെള്ളവും ഒക്കെ ആയിരുന്നു, മിഠായികളൊക്കെ. എന്നാ മക്കളെ, നിങ്ങൾക്ക്
എന്ന് പറഞ്ഞ് ഷമ്മാസ് അവരുടെ നേരെ അത് നീട്ടി. അവർ സന്തോഷത്തോടു കൂടി മിഠായിയും കാരക്കയുമെല്ലാം തിന്നൽ തുടങ്ങി. ഷാമോനെ, എടാ, സത്യം പറഞ്ഞ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാടാ ഇതൊക്കെ? നിങ്ങളുടെ ഒരു സ്നേഹം പോരെ? എന്തിനായിരുന്നു ഇതൊക്കെ? എന്ത്? ഉസ്താദേ, ഉമ്മ പറഞ്ഞതാണ്. നിങ്ങളുടെ ഉമ്മയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. ആ മഹദിയുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കട്ടെ. പടച്ച റബ്ബ് ഇതിന് പകരമായിക്കൊണ്ട് സ്വർഗത്തിൽ ആ ഉമ്മാക്കൊരു വീട് പണിഞ്ഞു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കണ്ണീരോടെയാണ് ഉസ്താദ് അത് ദുആ ചെയ്തത്. എന്നാൽ അതെല്ലാം അകത്തു നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഉമ്മ നോക്കി, ഇക്കക്ക് കൊണ്ടുവന്നത്. അവർ മിഠായിയും ഈത്തപ്പഴങ്ങളും സംസം വെള്ളവുമെല്ലാം ഉമ്മയുടെ അരികിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഹബീബ കരഞ്ഞുപോയി. മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കരഞ്ഞു. അല്ലാ റബ്ബേ, പഠിച്ചോനെ, നീ എത്ര കാരുണ്യവാനാണല്ലാ. ഉസ്താദേ, ഞാനതങ്ങോട്ട് അകത്തേക്ക് വെച്ച് തരാം. ഷാമോനെ, സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. ഇതൊന്നും വേണ്ടില്ലായിരുന്നു എന്ന് പറയാൻ ഞാൻ അർഹനല്ല. കാരണം എൻ്റെ മക്കൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതൊക്കെ മക്കൾക്ക് വല്ലാത്ത സന്തോഷമാണ്. പക്ഷേ ഒരിക്കൽ പോലും ഒരാളുടെ മുമ്പിൽ എൻ്റെ മക്കളോട് കൈ നീട്ടുവാൻ അല്ലെങ്കിൽ അത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും പടച്ചറമ്പ് ഇങ്ങോട്ടതൊക്കെ തരുന്നത്. ഉസ്താദേ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കല്ലേ, കരയല്ലേ. നിങ്ങളുടെ ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് എന്നെ നിങ്ങൾ കണ്ടാൽ മതി. അതെ, നിങ്ങളുടെ വൈഫിൻ്റെ ഒരു ബ്രദറിൻ്റെ സ്ഥാനത്ത്. അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. അതെ, നിങ്ങളുടെയും ഉമ്മ വന്നു എന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ ഉമ്മക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ ഉസ്താദ് കണ്ണുകൾ തുടക്കുകയാണ്. ഷമ്മാസ്, നീ വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞു ഞങ്ങളെ. ഉസ്താദെ, എന്നാൽ ശരി കേട്ടോ, ഞാൻ പിന്നെ വരാം. ഓക്കെ, അപ്പോൾ അസ്സലാമു അലൈക്കും. മക്കളെ, ഒരു പ്രാവശ്യം യാത്ര പറഞ്ഞിറങ്ങിയതാണ്. അപ്പോഴേക്കും ബീവിയുടെ ആ ഒരു ശബ്ദം. ഷമ്മാസ്, നിങ്ങൾ പോവുകയാണോ? അതെന്താ, ഫുഡൊക്കെ കഴിച്ചിട്ട് ആക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ നാളെ പോയാൽ പോരെ? ബീവിയുടെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. അത് ഇത്താത്ത, ഞാൻ ഇൻഷാല്ലാ പിന്നെ വരെ വൈഫിനൊക്കെ കൂട്ടിയിട്ട്. വൈഫിൻ്റെ വിശേഷം എന്തൊക്കെ? ഡെലിവറിയൊക്കെ ആയോ? ഇല്ല, അടുത്ത മാസം. നിങ്ങൾ ദുആ ചെയ്യട്ടോ നമുക്ക് വേണ്ടി. ഇൻഷാല്ലാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ. അവളുടെ എല്ലാ പ്രശ്നങ്ങൾ, പ്രയാസ, ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തു കൊടുക്കട്ടെ. ആമീൻ. സന്തോഷത്തോടെ ഷമ്മാസ് അവിടെ നിന്നിറങ്ങി. അവനിറങ്ങി വാഹനത്തിൽ കയറി. ബീവി പുറത്തേക്ക് ഇറങ്ങി. ഇക്ക, ഇതൊക്കെ എന്താ? ഹബീബ, എൻ്റെ പെണ്ണെ, എനിക്കറിയുന്നില്ലടി. സത്യം പറഞ്ഞാൽ ഒരു ഗൾഫ് പെട്ടി മുഴുവനായിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇക്ക, നമുക്ക് പൊളിച്ചു നോക്കല്ലേ? പൊളിച്ചോളി, അകത്തേക്ക് വെക്കാം. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ എന്താ ഏതാ ചോദിക്കുമ്പോഴും നമ്മളതിന് സമാധാനം. ഇക്ക വരി. എല്ലാവരും കൂടെ ആ പെട്ടി അകത്തേക്ക് ഉന്തിത്തള്ളി കൊണ്ടുവരുന്നു. പഠിച്ചോനെ, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഇതൊക്കെ അവരൊറ്റയ്ക്ക് പൊന്തിച്ചോ? ആടി, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അവൻ പോകണം കണ്ട് പെട്ടെന്ന് പെട്ടിയായിട്ട് വരുന്നും കണ്ടപ്പോൾ എനിക്കത് ഷോക്കായി പോയി പെണ്ണേ. സത്യമായിട്ടും എന്താണെന്നറിയില്ല, ബീവിക്കും അതിൽ വല്ലാത്ത ഒരു സന്തോഷം. അങ്ങനെയതാ അവർ പെട്ടി പൊളിച്ചു തുടങ്ങി. മാഷാ അല്ലാ റബ്ബേ, എന്തൊക്കെയാണ് ഇതിലുള്ളത്? മക്കൾക്കുള്ളതായിട്ടും ഉസ്താദിനുള്ളതായിട്ടും ഉമ്മക്കുള്ളതായിട്ടും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ, അത്തറുകൾ, വീട്ടിലേക്ക് ആവശ്യമുള്ള പാൽപ്പൊടി, ബദാം, പിസ്ത, ക്യാഷ്നട്ട്, കിസ്മിസ്, അങ്ങനെ ആ ഐറ്റംസ്. പഠിച്ചോനെ, ഇക്ക, സത്യം പറഞ്ഞാൽ നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് തോന്നുകയാണ്, നീ എന്നെ വിടാനിട്ടല്ലേ? ഗൾഫിൽ വരുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവും പെണ്ണെ? വേണ്ടിക്ക, ഒരിക്കലും നിങ്ങൾ പോയില്ലേ. അതിനേക്കാൾ എത്ര മനോഹരമാണ് നിങ്ങളുടെ കൂടെയുള്ള ഈ ഒരു ജീവിതം. അതൊന്നും ഇഷ്ടപ്പെടുത്തില്ലിക്ക. ഇല്ല പെണ്ണെ, ഒരിക്കലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൾഫിൽ പോകാത്തതിനതാ നമുക്ക് ഗൾഫിൻ്റെ സാധനങ്ങൾ ഇവിടെ എത്തിച്ചു തരുന്നു. ഇക്ക, ആ കന്തൂര നിട്ടോളെ നോക്കട്ടെ. ഉസ്താദ് ആ ഒരു വൈറ്റ് കന്തൂറ അണിഞ്ഞു. പഠിച്ചോനെ, ശരിക്കും നിങ്ങൾ അറബി ലുക്ക് തന്നെ ആയിട്ടുണ്ട്. അതിനെന്താ, ഞാൻ അറബി തന്നെ അല്ലേ പെണ്ണേ? അറബിയുടെ മുഖമൊക്കെ തന്നെ. പക്ഷേ ഈ ഡ്രസ്സ് കൂടെ അണിഞ്ഞപ്പോൾ ശരിക്കും നല്ലൊരു ചുള്ളൻ അറബി ആയിട്ടുണ്ട് കേട്ടോ. നീ ഒന്ന് പോടി പെണ്ണേ.
അപ്പോഴേക്കും അതാ ഉസ്താദിൻ്റെ ഭാര്യയ്ക്കുള്ള ആ ഡ്രസ്സുകൾ അവരും അണിയുന്നു. മാഷാ അല്ലാ, ഇക്ക അതിനൊക്കെ നല്ല വില വരില്ലേ? എന്ത് ഭംഗിയാണ് ഇതിൻ്റെ കൈകളൊക്കെ കാണാൻ. പഠിച്ചവന് സ്റ്റോണൊക്കെ വെച്ച് പിടിപ്പിച്ച് എത്ര മനോഹരമാണിക്ക. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്, ഹാപ്പിയിലാണ്. പഠിച്ചോനെ അല്ലാ, ഇക്ക ദുആ ചെയ്യേ നമുക്ക് ഐഷുമ്മാക്ക് വേണ്ടിയും അവരുടെ മകന് ഷമ്മാസിന് വേണ്ടിയും അല്ലേ. എപ്പോഴും പള്ളിയിലേക്കൊക്കെ സ്വതക്ക നൽകുന്ന ആളല്ലേ. ഇൻഷാ അല്ലാ പഠിച്ച റബ്ബ് സ്വീകരിക്കട്ടെ അവരുടെ ഈ സ്വതക്കയൊക്കെ. ഉസ്താദിൻ്റെ വീട്ടിൽ ഇന്ന് സന്തോഷത്തിൻ്റെ ദിനമാണ്. അതെ, എല്ലാവർക്കും ഒന്ന് ഹാപ്പിയാണ്. അവരുടെ പ്രിയപ്പെട്ട ഉപ്പച്ചി വീട്ടിലെത്തിയിരിക്കുന്നു എന്നത് മാത്രമല്ല, ഉപ്പച്ചിയുടെ ഫ്രണ്ട് കൊണ്ടുവന്ന ഒരുപാട് ഗൾഫ് സാധനങ്ങൾ, മിഠായികൾ, അതെല്ലാം അവർ മതി വരുവോളം കഴിക്കുകയാണ്. മാഷാ അല്ലാ, മക്കളെ പഠിച്ചവനായിട്ടാണ് നമ്മൾ ഉപ്പച്ചിക്ക് ഇങ്ങനത്തെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ ഇതൊക്കെ കിട്ടുന്നത്. എൻ്റെ പഠിച്ചോനെ, കുഞ്ഞു മക്കളെ, നിങ്ങളുടെ കുഞ്ഞു കൈകൾ കൊണ്ട് പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യട്ടോ ഇൻഷാ അല്ലാ. ഹബി ഇങ്ങോട്ട് വന്നേ വേണേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ പർദ്ദയൊക്കെ ഇട്ടിട്ട്. ശരിക്കും നല്ലൊരു അറബിച്ചി പെണ്ണായിട്ടുണ്ടല്ലോ. ഇക്ക എന്നെ കളിയാക്കണ്ട, ഞാൻ പറഞ്ഞില്ല അറബി ലുക്കെന്ന്, അതിനനുസരിച്ചല്ലേ. അല്ല, ശരിക്കും ഒരു അറബിച്ചി പെണ്ണായിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ. അവരെല്ലാവരും ഡ്രസ്സെല്ലാം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുകയാണ്. എന്നാൽ ഷമ്മാസ് ഈ സമയം നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ വേഗം അങ്ങോട്ട് എത്തണം, ഉമ്മ കാത്തിരിക്കുന്നുണ്ടാകും. ഉമ്മ പറഞ്ഞു തന്നെയാണ് ജസ്റ്റ് ഒന്ന് കൊണ്ടുവിടാനൊക്കെ. എന്തൊക്കെ തന്നെ അൽഹംദുലില്ലാ റാഹത്തായി, ഉമ്മയുടെ ആഗ്രഹം പോലെ. എന്നാൽ ഈ സമയം അതാ റാഹിലയുടെ വീട്ടിൽ ഷെറീനെ ഫോൺ വിളിക്കുകയാണ്. ഹലോ ഉമ്മ. മോളെ. ഉമ്മ എന്തൊക്കെ വർത്താനം? നല്ല വർത്താനം. അല്ല, നിങ്ങളെ എവിടെ തടിച്ചി മരുമകളെവിടെ? ഓളൊക്കെ ഓരോ പണി ഏൽപ്പിച്ചെടുത്തിക്കണ്. ഓല വാടക വീട് ഒഴിവായിക്കാണ്ടേ ഇങ്ങോട്ട് പോന്നിക്കണിപ്പോൾ. കുറേ ഓള് വേണ്ടാന്നൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, വെറുതെ എന്തിനാ കുട്ടികളും മക്കളും ഇല്ലാതെ വാടക കൊടുക്കണത്, അതുകൊണ്ട് ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ ജോലി നല്ലോണം കൊടുക്കുന്നുണ്ട്, തൊടുത്തതായിട്ടും മുറ്റത്തതായിട്ടും. അങ്ങനെ എടുക്കട്ടമ്മ, ഉള്ള തടി നിനക്ക് കുറയട്ടെ. പിന്നെ ഞാൻ എന്താ വിളിച്ചിരുന്നോ? എന്തിനാടി? പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഐഷുമ്മ വന്നിക്കണേ. മാഷാ അല്ല, വന്നോ? അത് ശരി, ഇനിയിപ്പോൾ ഒരു കോളൊക്കെ ഉണ്ടാവില്ല. എത്ര കിട്ടി? ഇവിടെ കുട്ടികൾക്കും മക്കൾക്കും ഉമ്മാക്ക് വരെ പർദ്ദ കൊടു നിൽക്കണ്, എല്ലാവർക്കും സാധനം കൊടു നിൽക്കണ്, നല്ല സാധനമുണ്ട്. അത് ശരി, ഉമ്ര കഴിഞ്ഞ് വന്ന ഒരു പൂതിയല്ലേ കാണാൻ എന്ന് കരുതിയിട്ട് ഇനി നിങ്ങൾ അങ്ങോട്ട് പോകാനോ നിൽക്കണ്ട കേട്ടോ. അതിനെന്താടി, ഉമ്ര കഴിഞ്ഞ് വന്ന ഒരു പൂതി തന്നെയല്ലേ കാണാൻ പോകാൻ. ഇമ്മക്ക് സാധനം കിട്ടാനായിരിക്കില്ലേ പോകുന്നത്? അതൊന്നല്ല, ഒന്ന് പോയോ, ഒന്നില്ല സംസം വെള്ളം കുറച്ച് കുടിച്ച് പോരാലോ. ഉമ്മാനോട് പറയണ്ടില്ലേന്നോ ഇങ്ങോട്ട് വരാനും നിൽക്കണ്ടിട്ട് നിങ്ങൾ. റായില ഓളിപ്പോൾ വാതിലടിച്ചിട്ടത്തെ പണി. റായില, എന്തേ വിളിച്ചത്? എനിക്കൊരിടം വരെ പോകാണ്ട്. അതേ, തടിച്ചിരുണ്ട് ഒരു മരുമകളുണ്ട് ഇവിടെ നിൽക്കണ്. വാടക വീട് ഒഴിവാക്കിയപ്പോൾ ഇവിടെ നിൽക്കൽ തുടങ്ങി. അതെ, ഓളെ കൂട്ടിയാണ് പോയിക്കോളി, നിങ്ങൾക്ക് അതായിരിക്കും നല്ലത്. ഓള് വരിക, ഓളവിടെ കണ്ടക്കണമെന്ന് തന്നെ ആവോ, അറിയില്ല, കണ്ടക്കണാവോ. അപ്പം നിങ്ങളാരും വരൂലല്ലേ? അല്ല, എവിടേക്ക് നിങ്ങൾ പോണത്? ഞാൻ പുത്തൻ വീട് തറവാട്ടിക്ക്. അത് കേട്ട് റാഹില ഒരു നിമിഷം ഞെട്ടി. ഉമ്മ നിങ്ങൾക്ക് എന്തിൻ്റെ പിരാന്താ? നിങ്ങളെന്തിനാ പുത്തൻ വീട് തറവാട്ടിക്ക് ഇപ്പോൾ പോണത്? എടി, എൻ്റെ കൗത്തുത്താ മാല നിട്ട് കാട്ടിക്ക, ഒന്ന് എട്ടണ്ട് പോട്ടെ. നിങ്ങൾക്ക് പിരാന്തുണ്ടോ? ഒന്ന് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോളൂ നിങ്ങൾ. പുത്തൻ വീട് തറവാട്ടൊക്കെ പോകണല്ലോ ഇപ്പോൾ. എടി, ഐഷും ഉമ്രയും ഞാൻ നിൽക്കണേ. ഞാൻ ആദ്യമൊക്കെ ഷെറീനാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്കൊരു പൂതി അതിനെ കാണുന്നത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് തരും ചെയ്യും. കയ്യിലൊന്ന് കാണാൻ പോയതിന് ഇമ്മാക്ക് എന്തേലും കിട്ടാൻ വേണ്ടി പോവുകയല്ലേ. കിട്ടാനാണെങ്കിലും അല്ലെങ്കിലും തുള്ളി സംസം വെള്ളം കുടിച്ചെങ്കിലും പോരാലോ പെണ്ണേ. നിങ്ങളൊക്കെ എന്തിൻ്റെ കേടാ ഇത്? ഷെറീനെ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെ വേണ്ട. ഇപ്പം ഇജ്ജും പറഞ്ഞു ഉമ്മ നിങ്ങൾ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട കേട്ടോ ഓരോന്നിന്. നിങ്ങളുടേന് കേട്ട് ഞാൻ അങ്ങനെ നിൽക്കല്ലേ. എന്നാൽ ഇതെല്ലാം അതാ അവിടെ ജോലി ചെയ്യുന്നതിനിടയിൽ അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. തടിച്ച മരുമകൾ എന്ന് വിശേഷിപ്പിക്കുന്ന സമീറ. ഉമ്മ നേരെ സമീറാൻ്റെ അരികിലെത്തി. സമീറ. എന്തേ ഉമ്മ? ഇജിൻ്റെ ഇപ്പോൾ ഒരു വൈക്ക് വരെ പോരാണ്ടോ? ഉമ്മ എവിടേക്ക്?
അപ്പോഴേക്കും റാഹില ചാടി വീണു. ഇങ്ങളെ ആ തടിച്ചുപെണ്ണിനേറ്റ് പോയിക്കാണ്ട് ആൾക്കാർ ഇങ്ങളെ കളിയാക്കും. പിന്നെ ഒരു ബസ്സിൽ കയറാൻ ഓട്ടോറിക്ഷയിൽ വരെ അവളെ കൊള്ളൂല. അവൾ ദയനീയമായി റാഹിലയെ നോക്കി. നോക്കൊന്നും വേണ്ട, എൻ്റെ കോലം കണ്ടാൽ മതി. എന്താന്നില്ലേ, ഇമ്മെങ്ങാനും ഇവിടെ നിങ്ങോട്ട് ഇറങ്ങിട്ടോ, എടുക്കെങ്കിലും ഞാൻ ബാക്കി പറഞ്ഞുതരാം. മുണ്ടാണ്ട് എടുക്കുക അവിടെ ഇരുന്നോ. എന്താന്നില്ല എന്നെ പണി എന്താ വെച്ചാൽ നോക്കാം. എനിക്കെന്താ പോകാൻ പാടില്ല, നിങ്ങളങ്ങനെ കെട്ടിട്ട് ഇവിടെ നിർത്തിക്കുക തന്നെ. ഉമ്മയും വാശിക്ക് തന്നെ നിന്നു. സമീറ വേഗം കുളിച്ച് മാറ്റിക്ക, പോര് നമുക്ക് പൊന്നാരമ്മങ്ങൾ പോവല്ലേ ദയവായിട്ടോ. ഇപ്പം അതെന്താടി പുത്തൻ വീട് തറവാട്ടൊക്കെ ഞാൻ പോണേ, എനിക്ക് ഇത്ര ചേമ്പെന്താ? എനിക്ക് ഷെറീനാനെ കാണാനല്ല, ആ അമ്മാനെ കാണാൻ ഒരു പൂതിയാണ്. ആദ്യമൊക്കെ എപ്പോൾ കണ്ടാലും വർത്താനം കൂട്ടുകയും ഇപ്പം കുറേ അങ്ങോട്ട് അയക്കണേ. ഷെറീനെ ഇങ്ങോട്ട് വിളിച്ചു വരതൊക്കെ ഷെറീനെ വിളിച്ചു പറഞ്ഞു. അതിനിപ്പോൾ എന്താ, ഉള്ളർ വരുമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു എന്ന് മാത്രമെന്ന്. സമീറ വേഗം കുളിച്ച് മാറ്റിക്കോളി. കേട്ട പാതി കേൾക്കാത്ത പാതി അവൾ കുളിമുറിയിലേക്ക് ഓടി. അവൾ വേഗം കുളിച്ച് അതാ റൂമിലേക്ക് ചെല്ലുന്നു. കണ്ടില്ലേ, കേൾക്കാൻ കാത്തുക്ക ഓരോന്ന് ഇറങ്ങി മണ്ടാന്. നാണല്ലല്ലോ ഇറ്റങ്ങൾക്കൊന്നും. ഒരാൾ ഗൾഫിൽ നിന്ന് വന്നത് പറഞ്ഞപ്പോൾ തന്നെ മണ്ടൻ ഉംറക്ക് പോയി വന്നു പറഞ്ഞപ്പോൾ എന്തെങ്കിലും കിട്ടിയാലേ അയച്ചിട്ടേ. എന്തൊരു ലക്ഷണക്കേടാണിത്. നിങ്ങൾ വെറുതെ വേണ്ടാത്ത നിൽക്കണ്ട, പോകാൻ നിൽക്കണ്ട. നിങ്ങളെങ്ങനെ ഇവിടുന്ന് ഇറങ്ങിക്കാണി, ഇജ്ജ് പോടി അവിടുന്ന്. ഞാൻ പോകും, എനിക്കെന്ത് ഞാൻ പോണീന്, നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ? ഷെറീനും വരെ അങ്ങോട്ട് പോകണ്ട, ഇജ്ജും വരെ അങ്ങോട്ട്. എന്താണ് ഓലിനോട് കാട്ടിയത്? നല്ല സ്വഭാവമുള്ളൊരു തള്ളേണത്. എനിക്ക് അതിനെ കാണാൻ ഒരു പൂതിയുണ്ട്, ഞാൻ ഒന്ന് പോയോക്കട്ടെ. അപ്പോഴേക്കും അതാ അവൾ മാറ്റിയിറങ്ങി വന്നു. ഓ രാജകുമാരിയെ എടുക്കാന്നാവും പോണത്. എന്തോരം ഒരുക്കാ അവൾ ഒരുങ്ങിക്കണത്. ബ്ലാക്ക് ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നത്. വെളുത്തു തടിച്ച അവൾക്ക് ആ ബ്ലാക്ക് ചുരിദാർ ഇട്ടപ്പോൾ കൂടുതൽ അവൾ ഭംഗിയുള്ളതായി തോന്നി. തടിച്ച് ഉരുണ്ടരുണ്ടാൻ പോയിക്കോളി. വാണ്ടാത്തിന് നിങ്ങൾ നിൽക്കണ്ട, ആ പരീക്ക് നിങ്ങൾ പോരുത്. എന്താണ് എനിക്ക് ഇത്ര ബേജാറ്? അവിടേക്ക് ഞാൻ പോണീനെ ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങോട്ട് പോകണ്ടെന്നല്ല പറഞ്ഞത്. ഇജൊന്ന് മാറിക്ക അവിടുന്ന്. റാഹിലിയെ ഉമ്മ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് ഇങ്ങോട്ട് പോന്നാടി സമീറ ഉമ്മയുടെ കൂടെ നടന്നു. ഒരു ഓട്ടോറിക്ഷ കിട്ടിക്കണമെങ്കിലേ ആണ് പോവേനോ, അല്ലാണ്ട് ബസ്സിന് കയറി വരും. ഉമ്മ ഉളുപ്പില്ലാതെ നിങ്ങൾ പോവല്ലേ, ഒരു ഉമ്രക്ക് പോയി വന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങളിങ്ങനെ പോവുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ മോളെ കെട്ടിച്ച് അയൽവാസിൻ്റെ അടുക്കല്ലേ നിങ്ങൾ പോണത്. അങ്ങനെ പോകാൻ പാടുണ്ടോ? അമ്മായിമാണ് ഞങ്ങൾക്ക് പോവുക. ഇതെന്ത് ഇതിലാണ് നിങ്ങൾ പോണത്? അയൽവാസിയെ കുടുംബം നോക്കിയിട്ടുണ്ടല്ല, ഉമ്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ ഒന്ന് പോയി കാണട്ടെ, ആ ഒരു പൂജയുണ്ട്. സമീറ ഇജ്ജ് പോര്. പെട്ടെന്ന് അതാ ഒരു ഓട്ടോ അതുവഴി പോകുന്നു. ഉമ്മ കൈ കാണിച്ചു. ഓ ഭാഗ്യം, അല്ലെങ്കിൽ ഇവിടുന്ന് അവിടെ അറ്റം നടക്കേണ്ടി വരും. എവിടുക്ക? ആ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന്. സമീറയും ഉമ്മയും നേരെ അതാ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. റാഹില ദേഷ്യം പിടിച്ച് പറയുന്നു, എൻ്റെ റബ്ബേ ഇങ്ങോട്ട് ചിലക്കാതെ പോരും, നിങ്ങൾക്ക് നല്ലത്, നിങ്ങളങ്ങോട്ട് പോണേ ഞാൻ കാണട്ടെ. നേരെ ഷെറീനാക്ക് വിളിച്ചു. പൊന്നാര താത്തങ്ങൾ എന്ത് ചെറ്റത്തര കാണിച്ചത്? എന്തിയടേ? ഇമ്മയും ആ തടിച്ചും കൂടെയാണ് വന്നിക്കണ്. സമീറ എവിടേക്ക്? പുത്തൻ വീട് തറവാട്ടിക്കാണല്ലോ, അവിടുത്തെ ഉമ്ര കഴിഞ്ഞ് വന്നിക്കണെന്ന് കണ്ട്. പൊന്നാരേ അങ്ങോട്ട് പോന്നിറ്റങ്ങൾക്ക് എന്തിൻ്റെ കേടത്? ഉളുപ്പില്ലാത്ത വർഗം. ഒരു ഉമ്ര കഴിഞ്ഞ് വന്നാൽ കാണുന്ന പൂതിയാണ്. അങ്ങനെ എങ്ങനെ ഇറങ്ങണ്ട്? എന്നാളുണ്ടാവില്ല ആ തടിച്ച് മരുമകളൊരു വാക്ക്, ഉമ്മ ഞാനില്ല എന്ന് പറയാം. ഒരു വാക്കോളും മുണ്ടണില്ല. ഓളങ്ങനെ അതിൻ്റെ പിന്നാലാണ്ട് പോയി. എന്താ പറഞ്ഞപ്പോൾ തന്നെ കുളി മാറ്റലും ഇവിടെ ഓരോ വിറക് പണിയൊക്കെ ആയിരുന്നു. കുറേ പണിമ്മ കൊടുത്തേക്കണം, ഓരോന്നിനൊന്ന് കഴിക്കായിരുന്നു. അതിൻ്റെ അടിയിൽ കൂട്ടത്തുകൊണ്ട് കേട്ടപ്പോൾ തള്ള വല്ലാത്ത സാധനം തന്നെയാണ്. ഇത്തങ്ങൾ എന്ത് കാര്യത്തിനാണ് വിളിച്ച് പറഞ്ഞത്? എനിക്ക് പേടിയാണ്ട്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എനിക്ക് തോന്നുകയാണ്. റബ്ബേ എനിക്കറിയുന്നില്ല. സത്യം പറഞ്ഞാൽ ഷെറീനാക്കും റാഹിലക്കും ബേജാറ് തുടങ്ങി എന്ന് തന്നെ പറയാം. ഉമ്മയും സമീറയും ബസ് യാത്രയിലാണ്. അടുത്ത സ്റ്റോപ്പ് എത്തിയാൽ പുത്തൻവീട് തറവാടിൻ്റെ മുമ്പിൽ ഇറങ്ങാം. അതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഇത്താത്തയുടെ കെട്ടിച്ച വീട്. അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. ഉമ്മ അവളോട് ഓരോന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വലിയ തറവാട്ടുകാരാണ്, നല്ലോണം പൊന്നും പൈസയൊക്കെ ഉള്ള ടീമാണ്. എല്ലാവർക്കും വാരി കോരി കൊടുക്കും, ഒരു പിസ്കത്തരുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മണ്ടണത്. ആ തള്ളേന്ന് കാണാൻ ഒരു പൂതിയാണ് എനിക്ക്. അതിനോട് രണ്ട് വർത്താനം പറയുമ്പോൾ അതിലേറൊരു സമാധാനമാണ്. ഒന്നും കൈമടക്കില്ലാതെ വിടൂല. ഉമ്മ പറയുന്നത് മരുമകൾ കേട്ടുകൊണ്ടിരുന്നു. മറ്റൂലാരും വന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചിരുന്നത്. നിജൻ എൻ്റെ ഒപ്പം പോരാവുള്ളൂ. ഏതെല്ലാം നന്നായി. അപ്പോഴേക്കും അതാ കണ്ടക്ടർ സ്റ്റോപ്പിൽ എത്തി വിളി തുടങ്ങി. എടി സമീറ ഇവിടെ ഇറങ്ങിക്കോ,
അങ്ങനെ അതാ അവരിറങ്ങി. അതാ നേരെ അങ്ങോട്ട് പോയതാ. ആ ഒരു വലിയ ഗേറ്റും ഒരു വയ്യും ഉണ്ട്, അതുപോലെ വീട്ടിലേക്കുള്ള വയ്യാണ്. എന്ന് വെച്ച് വീട് റോഡിൻ്റെ പക്കത്ത് നല്ല കുറച്ച് വിട്ട്, എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ കണ്ടിക്കണം ഉമ്മ, നമ്മൾ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് പോകുന്നത് ശരിയാണോ? അതിനെന്താടി, ആയുഷ്മാൻക്ക് പരിചയമില്ലാത്തതാ? അത് നടന്നാ അങ്ങോട്ട്. അല്ലമ്മ, ഷെറിൻ താത്താൻ്റെ വീട്ടിൽ പോയിട്ട് ഓളടുത്തേക്ക് ഞാൻ പോകണില്ല, അവളോട് വരണ്ടെന്നാണ് പറഞ്ഞത്. ഉമ്മയും സമീറയും കൂടെ അതാ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.